ശ്രീ നിർമ്മൽ പാലാഴി, അത്യധികം സങ്കടകരമായ വാർത്തയാണ്. മലയാളത്തിൻ്റെ അമ്മമുഖം കവിയൂർ പൊന്നമ്മ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. എങ്ങനെ ഓർക്കുന്നു? തീർച്ചയായിട്ടും എനിക്ക് ചേച്ചിയായിട്ട് നേരിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും നമുക്കറിയാം, ഒരു അമ്മ വേഷങ്ങളിലൊക്കെ മലയാളത്തിൽ ലാലേട്ടന്റെ അമ്മയൊക്കെ ആണെങ്കിൽ ശരിക്കും ലാലേട്ടന്റെ അമ്മയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവര് തമ്മിലെ ഇടപെടലും പെർഫോമൻസ് രീതിയൊക്കെ. നമുക്ക് മലയാളത്തിന്റെ ഒരുപാട് മികച്ചതായിട്ടുള്ള ആളുകളെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം എന്ന് അഭിമാനത്തോടെ പറയാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ പൊന്നമ്മ ചേച്ചിയും പോവാണ്. ഭയങ്കര സങ്കടമുണ്ട്. ഇല്ല, നിർമ്മൽ തീർച്ചയായും അടുത്ത ബന്ധം കവിയൂർ പൊന്നമ്മയുമായി പുലർത്തിയിരുന്നു, അല്ലെങ്കിൽ വളരെയധികം ബഹുമാനിച്ചിരുന്നു അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം ബഹുമാനിച്ചിരുന്നു. നമ്മളൊക്കെ സിനിമ കാണുന്ന കാലം തൊട്ടിട്ട് കിരീടവും ചെങ്കോൽ പോലുള്ള പടങ്ങളൊക്കെ നമ്മൾ നെഞ്ചിലേറ്റിയിട്ടുള്ള ആ കാലത്ത് തന്നെ എനിക്കൊരു അമ്മയും മോനും പോലെ തന്നെ, അതേപോലെ തന്നെ നമുക്കാണ് അമ്മയായിട്ട് അരയന്നങ്ങളുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ കുറെ സിനിമകൾ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ഒരാള് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. തീർച്ചയായും മികച്ച സഹനടിക്കുള്ള 4 സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. സഹനടിയായി ഒതുങ്ങിപ്പോയതിലും അല്പം സങ്കടമുണ്ട് അല്ലേ നിർമ്മൽ? ഇത്രയും കഴിവുറ്റ കലാകാരി. തീർച്ചയായിട്ടും സങ്കടമുണ്ട്. ഇന്ന് രാവിലെയുള്ള ന്യൂസുകളിൽ ഗുരുതരാവസ്ഥയിലാണെന്ന് ന്യൂസുകൾ വരുമ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് വീണ്ടും സജീവമായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ഒരു ന്യൂസ് ഒരിക്കലും വരരുതേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ വലിയ വിഷമമുണ്ട്. തീർച്ചയായും നന്ദി ശ്രീ നിർമ്മൽ പാലാഴി, ഈ ഒരു അവസ്ഥയിലും നമ്മളോട് പ്രതികരിച്ചതിൽ.